ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചേട്ടനാണിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനം ഒരു നാരങ്ങ. ഇതിങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അത് ചേട്ടനാണ് ഇടയ്ക്ക് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കുടിച്ചാൽ വളരെ നല്ലൊരു ജ്യൂസാണ്. അതും കൈ വെച്ച് ഒരു സ്പൂൺ അതുകൊണ്ട് നമ്മൾ ആദ്യം അതിന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ നാരങ്ങ പിഴിഞ്ഞു. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിനകത്ത് കുരുവൊക്കെ എടുത്ത് മാറ്റുന്നു. വീണ്ടും പറയാണ്, വളരെ ഹെൽത്തിയാണ്. നമുക്ക് ഈ കൊറോണ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മൾ തന്നെ നാരങ്ങ, ഇപ്പം ഇവിടെ 2 നാരങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് 2 നമ്മൾ പിഴിയാണ് ഇതിനകത്ത്. സ്ഥലമില്ലേ നമ്മൾ ആ നാരങ്ങ 2 പിഴിഞ്ഞ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ കയ്യിലിപ്പോൾ 3 പാഷൻ ഫ്രൂട്ടാണുള്ളത്. അത് 3 നമ്മുടെ ഇതിലിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിക്സി ഒന്നും വേണ്ട, മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെയാണ് തോണ്ടി അതിനകത്ത് ഇടുക ചെയ്യുന്നത്. നല്ല കളറാണ് ഇതിന്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നല്ല ഒരു ഡ്രിങ്ക്സ് ആയിരുന്നു എന്നുള്ളത്. അത്രയ്ക്ക് സ്പെഷ്യലാണിത്. എൻ്റെ കളറ് തന്നെ കണ്ടില്ലേ, നല്ല മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ജ്യൂസ്. ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇഞ്ചി. ഇഞ്ചി നമ്മള് അരിയല്ല, ചതച്ചാണ് ഇടേണ്ടത്. ഇഞ്ചി നമ്മൾ ചതച്ച് അതിലിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താരിമുളകാണ്. കാന്താരിമുളകും ഇതേപോലെയാണ്, നമ്മൾ അരിഞ്ഞിടരുത്. എന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ചതച്ച് ഈ കല്ലിൽ വെച്ച് ചതച്ച് തന്നെ ഇടണം. മിക്സി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നതില്ല, ഫുൾ നാച്ചുറലാണ്. ഒരു 7-8 എണ്ണം മതി. അല്ലെങ്കിൽ ഭയങ്കര എരിവായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുടിക്കാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എല്ലാവരും ഇഷ്ടം അനുസരിച്ച് എരിവിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ കാന്താരിമുളക് എല്ലാം ചതച്ച് അതിനകത്ത്
പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കാന്താരി മുളക് ഇട്ടു. അടുത്ത് നമ്മുടെ തുളസിയില. ആദ്യം നമ്മൾ പാഷൻ ഫ്രൂട്ട് ഇട്ടു, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇപ്പം നമ്മളിവിടെ 3 പാഷൻ ഫ്രൂട്ട്, 2 നാരങ്ങ, ഇഞ്ചി ചതച്ചത്, കാന്താരിമുളക്, തുളസിയില. ഈ കാന്താരിമുളകും ഇഞ്ചിയും തുളസിയിലയും ചതച്ച് തന്നെ ചേർക്കണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അടുത്ത നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാര. നമ്മുടെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, എരിവും മധുരവും നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ഇഷ്ടത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്നതിന് പകരമാണ് നമ്മൾ സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ആ ചതച്ചിടാനുള്ളതെല്ലാം ചതച്ചിട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഡ്രിങ്ക്സിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെള്ളമൊന്നും നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ആണ് നമ്മളിനി ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ്, അടുത്ത 2 ഗ്ലാസ് ഒഴിച്ചു. 3, 4, ഒരു ഗ്ലാസ് ഒഴിച്ചു. 4.5 ഗ്ലാസോളം വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. നമ്മളെടുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ നാരങ്ങയുടെയൊക്കെ അളവ് വെച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ പറയാം, നാരങ്ങ, ഇഞ്ചി, പിന്നെന്താ കാന്താരിമുളക്, തുളസിയില, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര. ഉപ്പ് ഒരു നുള്ളു മതി, പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഐസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഐസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ മഴയാണെന്നും പറഞ്ഞിട്ടൊന്നും ഇത് വേറെ പ്രശ്നമുള്ള ഒരു ജ്യൂസല്ല. ഐസ് ഇഷ്ടമുണ്ടെങ്കിലും വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഈ കൊറോണ സമയത്ത് ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെയാണ് നമ്മൾ കുടിക്കേണ്ടത്. പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും. താങ്ക് യു.